ഹേ ഗൈസ് പുതിയതിലേക്ക് എല്ലാവരും സോ ഇന്ന് നമ്മളായിട്ടുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ എപ്പിസോഡ് നമ്പർ 4 ആണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് കിടക്കുവാണ്. നമ്മളാണെങ്കിൽ നൈറ്റിലൊന്ന് ഹണ്ടിങ്ങിന് ഇറങ്ങിയതായിരുന്നു 2 സ്ട്രിങ്ങിന് വേണ്ടി. സോ നമുക്ക് ഒരു സാധനം ക്രാഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ സ്ട്രിങ്. യെസ്, ഒരു ബോ ആണത്. ഇനി ഈ ബോ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത ബോ വെച്ചിട്ട് നമുക്ക് ഇന്ന് പുതിയൊരു സംഭവം ഉണ്ടാകും. നമുക്കൊരു 8 എണ്ണം വേണം കോബിൾ സ്റ്റോൺ. എന്നിട്ട് ഈ ബോ സെന്ററിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതിയാകുമോ? അല്ല, അപ്പൊ ഇങ്ങനെ വെക്കരുത്. ഓക്കെ, നമ്മുടെ ഒരു റെഡ് സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ വെക്കുക. അപ്പൊ നമുക്ക് ആ സാധനം കിട്ടും. യെസ്, ഡിസ്പെൻസർ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഡിസ്പെൻസർ വേണം. അതേപോലെ തന്നെ കുറച്ചുകൂടി റെയിലി പിന്നെ ഗോൾഡൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഓക്കെ. പിന്നെ സോറി, നോയിസ് ഉണ്ടാവും. സോറി 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 ഇത്രയും നേരം ഒരാക്കോടെ ഉണ്ടായിരുന്നു പണ്ടാരങ്ങനെ ആ ഈ പന്നപ്പോ എവിടുന്ന കേസ് വന്നത്? ഭാഗ്യം മണ്ടന്മാർക്ക് ടാപ്പറോട് കൂടെ കാണില്ല. എനിക്കൊരു പേടിയുണ്ട്. പെര പൊട്ടും കേസ്, അതാണ് പ്രശ്നം. പെര മൊത്തം പൊട്ടി തെറിക്കും. തനിക്ക് തീ പിടിച്ച ഒറ്റ ആന്തല വീട് മുഴുവൻ പൊട്ടിത്തെറിക്കും. ചാവണില്ലല്ലോ. ആ എത്തി 2 ഗൺ പൗഡർ ഫ്രീ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ ഇന്നത്തെ എപ്പിസോഡ് എന്താ ഉണ്ടാക്കുന്നത്? നമ്മളൊരു വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബിൽഡ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുറെ ബിൽഡ്, നമ്മുടെ വീടായാലും ബാറായാലും ഇതായാലും ഇന്നലെ ഉണ്ടാക്കിയാലും സ്റ്റേബിൾ ആയാലും. സോ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സോ ഇനി അടുത്തതായിട്ട് ഒരു വേണ്ട സാധനം നമ്മുടെ വില്ലേജർ നമുക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കമ്പോസ്റ്റർ. സോറി, എൻ്റെ ജോലി പോയല്ലേ, സാറില്ല, പണിയെടുക്കാൻ നടന്നു, അതല്ലേ. സോ നമ്മൾ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് വില്ലേജേഴ്സിനെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ റെഡിയാണെങ്കിൽ ഒരെണ്ണത്തിന് ഈ വീട്ടില്, ഒരെണ്ണത്തിന് ഈ വീട്ടില്, ഇതൊക്കെ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. സോറി, നോയിസ് ഉണ്ടാവും, നല്ല സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആരപ്പത് അവനെ നോക്കണ്ട. നമുക്ക് ഇതിപ്പോ എവിടെ ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് തപ്പി നടക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം. കാരണം ഇവിടെ നമുക്ക് ബിൽഡ് ഉണ്ടാക്കണമെന്നുണ്ട്. എനിക്ക് പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കില്ലടാ നീ. പക്ഷെ നമുക്ക് കുറച്ച് ദൂരത്തോട്ട് ആക്കല്ലേ ഫാമുകൾ. എനിക്ക് ഇവിടെ നല്ല ബിൽഡുകൾ ഉണ്ടാക്കണമെന്നുണ്ട്, നല്ല നല്ല ബിൽഡുകൾ. സോ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് നല്ലൊരു സെറ്റപ്പാണ്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നമ്മളെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു അവിടെ ഒരു വില്ലേജർ, നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വില്ലേജറിന്റെ ഹൗസ് ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് അതിന്റെ മണ്ടയിൽ ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കണം. ഇത് ചെയ്യും ഗൈസ്, ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇതൊരു നല്ല സ്ഥലമാണ് പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വില്ലേജർ ഉണ്ടാ ഈ വീട് ഇടിച്ചു നിരത്തിയിട്ട് ഇവിടെ ഞാൻ ആ ഫാം ഉണ്ടാക്കിയിട്ട് അതിന്റെ മണ്ടയിൽ ഒരു ബിൽഡ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇത് അടിച്ചു നിരത്തിയിട്ടാൽ നമുക്ക് നല്ല സ്ഥലം അങ്ങോട്ട് നമ്മൾ ഔട്ട്പുട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു ബിൽഡ് ഉണ്ടാക്കല്ലേ. ഓക്കെ ഓക്കെ, അത് ഞാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം ഇത് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആയിട്ടെ നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഉണ്ടാക്കാം. എന്നിട്ട് ബ്രീഡറിന്റെ മണ്ടയിൽ നമുക്കൊരു പുതിയ ബിൽഡ് ഉണ്ടാക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. സോ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് നിരത്തി എടുക്കാൻ പറ്റും. സോ ഒരു പെട്ടെന്നൊന്ന് ഇങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ഇങ്ങനെ ഉണ്ട് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇതല്ലല്ലോ, എനിക്കറിയാം. സോ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബിൽഡ് പണിയാൻ സിമ്പിളാണ്. ഫസ്റ്റത്തെ കാര്യം നമ്മുടെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് നമ്മളൊരു ബക്കറ്റ് വെള്ളം എന്നിട്ട് നമ്മുടെ കമ്പോസ്റ്റർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ബൈ ദ വൈ ഒരു സ്ലാബ് എടുക്കണം, അത് ഞാൻ മറന്നുപോയി. ഷോർട്ട് കട്ട്. ഓക്കെ, സ്ലാബ് കിട്ടിയിട്ടുണ്ട്, നമുക്കത് വേണം. ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളം എന്നിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന സ്ലാബ് എടുത്തിട്ട് മായ്ച്ചള ഒന്നുകൂടി അവളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ഒരു സ്ലാബ്. എന്നിട്ട് നമ്മൾ നമ്മുടെ എടുക്കാൻ പറ്റും.
കിട്ടി നമ്മൾ 1 2 1 2 1 2 1 2 എന്നിട്ട് ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 5 അല്ലേ, 1 2 3 4 5. ലെറ്റ്സ് ഗോ. അങ്ങനെ ഒരു 5x5 നിങ്ങളിങ്ങനെ കോ ചെയ്ത് കൊടുക്കണം. കോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന്റെ മണ്ടയിലേക്ക് വയ്ക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ് എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡിസ്പ്ലേ എനിത്തിങ് എന്ത് ബ്ലോക്കായാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ബിൽഡ് ഉണ്ടാക്കും കാണും. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഒരു വരി ഗ്ലാസ് വെക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ ഒരു വരി ഗ്ലാസ് ഒന്ന് തള്ളി വെച്ച് കൊടുക്കാം. ഒരു ബ്ലോക്ക് ഇവിടെയും സെയിം തിങ്, നമ്മൾ ഒരു വരി ഗ്ലാസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മണ്ടയിലൊക്കെ നമ്മൾ ഒരു ബ്ലോക്ക് ലൈറ്റ് നേരെ എടുത്ത് വെച്ച് കൊടുക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ബിൽഡ് ഉണ്ടാക്കലില്ല, ബിൽഡ് ഉണ്ടാക്കുന്ന പ്ലാൻ തന്നെ നമ്മൾ ഇപ്പോഴാണ് എടുത്തത്. അതുകൊണ്ട് ബിൽഡിനെ എനിക്ക് ഒന്നും അറിയത്തില്ല. നമുക്ക് നാളെ പ്ലാനൊക്കെ ചെയ്തിട്ട് ബിൽഡ് ഉണ്ടാക്കാം. ആൻഡ് നമുക്ക് രണ്ടാമത്തെ കാര്യം, നമ്മുടെ 2 ട്രാപ്പ് ഡോർസ് ഇവിടെ 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 നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് അതിലൂടെ മണ്ടക്കൂടെ എടുത്തിട്ട് അത് നമ്മൾ ഇങ്ങനെ ഫുള്ള് വെച്ച് കൊടുക്കണം. ഇങ്ങനെ മൊത്തം ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിനുള്ളതിലേക്ക് വില്ലേജസിന് കയറ്റിടാം. സോ അതൊരു ചൊറം പിടിച്ച പണിയുണ്ട്. ഒരെണ്ണത്തിന് ഇവിടുന്ന് എടുക്കാം, എന്നിട്ട് ഞാൻ അവിടെ ആരെങ്കിലും എടുത്തിട്ട് എൻ്റെ ഇതിനകത്തോട്ട് ഒന്ന് കയറ്റിയിട്ടെ. മണ്ടന്മാർക്കൊക്കെ എന്തോ പറ്റി, ഇവന്മാരൊക്കെ അടിപൊളിയാണ്. സുഖമായിട്ട് ഞാൻ രണ്ടാളെ കയറ്റിടാ, ഒരു മടിയില്ലാതെ. ഇവനൊക്കെ ഓടി വന്നതാ, ഇവിടെ നിന്ന് പൊട്ടിക്കയറി. എന്തോ പറ്റി, വില്ലേജസിനൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായി. കേറിയ അതെ, അങ്ങനെ 2 പേരെ നമ്മൾ അതിസാഹസികവും സിമ്പിളുമായി കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമായി. സോ ഇനി നമുക്ക് ഇവന്മാർക്ക് ഇവിടെ കമ്പോസർ വെക്കാം. ഏതെങ്കിലും ഒരുത്തൻ ജോലി എടുക്കും. ഇവൻ ജോലി എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ട്രാപ്പ് ഡോർസിന്റെ പരിപാടിയായിട്ടുള്ള ബാക്കി ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിന്റെ മണ്ടകളിൽ ഇങ്ങനെ വെച്ചു. സോ ഇവന്മാർക്ക് പോകാൻ പറ്റില്ല, പോകാൻ നമുക്ക് പോലും പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ താഴ്ന്നിറങ്ങി കൊടുക്കാം. കുട്ടികൾക്ക് ഇതിന്റെ അടിയിലൂടെ ഓടിച്ചാടി പോകാം. അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിങ്ങൾ നേരെ സിമ്പിൾ ആയിട്ട് ഒരു വരി ബ്ലോക്സ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഇവിടെ പൊട്ടിച്ച് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു വരി കൂടി താക്കണം. പിന്നെ ഷവല് പൊട്ടാനായിട്ടുണ്ട്, മിക്കവാറും ഇപ്പോൾ പൊട്ടും. ഓക്കെ, അത് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ എന്താണ് ചെയ്യേണ്ടത്, ഇതിലോട്ട് വരും. ഇപ്പോൾ ഒരു കൂടി പോകണം. പൊട്ടി, എനിക്കറിയാം, കുഴപ്പമില്ല, നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാനുള്ളൂ. ഇനി ഇതിന്റെ അടിയിൽ ഈ ഒരു വരിയും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കൂടി നിങ്ങൾ ഇത് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കിയ ഡിസ്പെൻസർ ഉണ്ടാവും, അത് ഇവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളൊന്ന് നമ്മുടെ കൂടി തരണം. തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ബ്ലോക്ക് വെച്ച് കയറുവാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം, നമ്മുടെ 5 ബെഡ് വേണം. 5 ബെഡ് എടുത്തിട്ട് 5 ബെഡ് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. അതായത് ഒരെണ്ണം ഇവിടെ, എന്നിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. സോ വില്ലേജിൽ എല്ലായിടത്തും ഒന്നുകൂടി ഞാൻ തരുക. ഓക്കെ ഗൈസ്, അങ്ങനെ ബെഡ്സ് ഒക്കെ. സോ നമുക്ക് ഇനി പല കളർ ബെഡാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 2 യെല്ലോ ബെഡ് ഉണ്ട്, 2 യെല്ലോ ബെഡ് അത് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സെൻട്രലായിട്ട് ഇതും കൂടി വെച്ച് കൊടുക്കാം. സോ അങ്ങനെ നമ്മുടെ ബെഡുകളും വെച്ച് കൊടുത്തു. ഇനി അടുത്ത കാര്യം, നമുക്ക് ഇതിന്റെ താഴത്തോട്ടൊന്ന് ഇറങ്ങണം. താഴത്തോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പവേർഡ് റെയിലുകൾ ഇവിടെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത്, ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ നിന്നും പൊട്ടിച്ചിട്ട് ഇവിടെ നിന്നും പൊട്ടിച്ചു കഴിഞ്ഞാൽ മണ്ടക്കോട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ മണ്ടക്കോട്ട് വരെ ഇതെത്തിച്ച് കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരെണ്ണം ഇവിടെയും വെച്ച് കൊടുത്താൽ നമുക്ക് അത് സെറ്റപ്പ് ആക്കാൻ പറ്റും. നമുക്ക് എന്നിട്ട് ഇവിടെ നമ്മുടെ പവർ റെയിലിന് പകരം ഇത് വെച്ച് കൊടുക്കാം. സംഭവം പോവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത കാര്യം റോക്കറ്റ് വെള്ളം ഇല്ലല്ലോ. സോ ഞാനൊന്ന് പോയി റോക്കറ്റ് വെള്ളം എവിടെ നിന്ന് എടുക്കും, ഇവിടെ ഉണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തെ. കുഴപ്പമില്ല, നമ്മള് പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ആർമർ കാര്യങ്ങൾ കാണും. നമ്മള് ബിൽഡ് മാത്രം ആക്കിയിട്ട് കാര്യമില്ല, നമ്മള് ആർമേഴ്സ് ഒന്നുമില്ല. സോ ഇത്രയും നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒന്ന് പറഞ്ഞു കൊടുക്കാം. സോ എന്നിട്ട് ഇവിടെ നിങ്ങൾ ഒരു ബക്കറ്റ് സ്ലാബ് വീണ്ടും ഇല്ലല്ലോടെ. ഈ ഒരു കാര്യം ചെയ്തിട്ട് വേണം നമുക്കൊരു വുഡൻ സ്ലാബ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്കൊരു സ്ലാബ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലാബ് നിങ്ങൾ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കണം. നമ്മളെ റെയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോലും മണ്ടന്മാർക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല. സോ ഇനി നമ്മുടെ കയ്യിൽ പവർ റെയിൽ ഒന്നുകൂടെ ഉണ്ടാവും. അത് ഈ സോറി, ഈ പാത്ത് ബ്ലോക്ക് ഒക്കെ ഇവിടെ നിന്ന് കളയണം. ഞാൻ പാത്ത് ബ്ലോക്ക് ഒന്ന് കളയണം വിചാരിച്ചിന്, പിന്നെ വീടില്ലാത്തതുകൊണ്ട് കളയാൻ. സോ ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡോറോ എന്തെങ്കിലും എൻട്രൻസ് ഇവിടെ കൊടുക്കാം. പുറത്തെടുക്കാൻ പറ്റും. സോ ഇപ്പൊ ഇത്രയും ഞാൻ നടും ഈ പന്ന അത് അവിടെ ഒറ്റയ്ക്ക് നടന്നു.
ഇവനെ കൊണ്ടൊക്കെ ഡേയ് ഞാൻ വരെ നിക്ക് കൃഷിയിലേക്ക് തിരക്ക് പിടിക്കാലേ നിനക്ക്. സോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ മണ്ടം നട്ട് നട്ടിപ്പോ നമ്മുടെ സാധനം കൊണ്ടുവരണം. നമ്മുടെ കുറച്ച് ക്യാരറ്റ് ഉണ്ട് നമ്മുടെ ഫാം, എന്റെ ഫാം. ഓക്കെ, നമ്മുടെ ഫാമിലുള്ള കുറച്ച് ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് തന്നെ പൊട്ടറ്റോ ഉണ്ട്. ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ് അല്ലേ. ക്യാരറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതാകുമ്പോൾ നമ്മുടെ ബിൽഡിന്റെ ഒരു വേസ്റ്റേക്ക് പോകത്തില്ല. പിന്നെ ഇവിടെ നട്ട് വെക്കുന്നത് പിന്നെ ഇവിടെ വളർന്നോളൂ. ഇപ്പൊ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതധികം കാണില്ല, ഇത് വളർന്നു. ഇനി ഇതുകൊണ്ട് അവിടെ പോയി നട്ട് വെക്കാം. സോ ഗയ്സ്, അങ്ങനെ നമ്മൾ അത് വെച്ചു കൊടുത്തു. നമ്മുടെ ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 4 ക്യാരറ്റിന്റെ കുറവുണ്ട്. അത് സോറി ചെയ്തോ നെയ്യത്ത് ഇല്ല 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 മെല്ലെ ഒളിഞ്ഞു നോക്കാം ഇത് കൂടെ. സോറി കണ്ടേ തിരക്കോട്ടില്ല, ഞാൻ പോവാം. നിക്കി ഒരൊറ്റ എനിക്ക് സ്ലാബ് നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് സേഫ് ആക്കി കൊടുക്കാം ഗീസൊക്കെ സ്ലാബ് വെച്ചിട്ടേ, അല്ലെങ്കിൽ പിന്നെ ഇനി ഇതിന്റെ കൊണ്ടല്ലേ നാളെ രാവിലെ വരുന്നുണ്ടാവും ജോബ്. ലെറ്റ്സ് ഗോ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള കുറച്ച് ടോർച്ച് വെച്ച് കൊടുക്കാം, ചെടി വളരാനും ഈ മണ്ടന്മാര് ചാവാതിരിക്കാനും. സോ 4 ഭാഗത്ത് വെക്കണം. എന്നാട്ടെ ചെലവില്ലല്ലോ, സിമ്പിൾ അല്ലെ. ഇതിന്റെ വണ്ടിയിൽ വെച്ചാൽ മതിയായിരുന്നു. ചുമ്മാ അതിന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ഇതാണ് ഓക്കെ. ഇപ്പൊ നമ്മള് ഫുൾ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവന്മാര് ബ്രീഡായി തുടങ്ങേണ്ടതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടന്നു. അത് അങ്ങനെ നമ്മൾ കിടന്നിറങ്ങി വന്നു. ഇനി അടുത്ത കാര്യം, നമ്മൾ ഈ ബെഡിന്റെ അടുത്ത് ഒരു ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബട്ടൺ വെക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് നമ്മുടെ റെയിലും വെക്കാൻ പറ്റും. ഇനി ഈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻകാർട്ട് വഴി വരേണ്ടതാണ്. വരുന്നില്ല, എന്ത് പറ്റി? സ്റ്റിൽ വരുന്നില്ല. അടാ കോട്ട കരിമണ്ട. ഇവിടെ ടോർച്ചൊക്കെ പവർ ഡ്രൈവ് പവർ ആവാതെ പിന്നെ എങ്ങനെ വരിക? പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് ബുദ്ധിയില്ല. ഇവന് ക്യാരക്ടറിന്. ഓക്കെ, വൺ മോർ ടൈ വെച്ചു, ക്ലിക്ക്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ ബ്രീഡറിന്റെ വർക്കിംഗ് കണ്ടീഷനും ഓക്കെ ആണ്, നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരെ നമ്മുടെ മൈൻകാർട്ട് ടൈലോട്ട് വെച്ചേക്കാം. ഇവന്മാർ ബ്രീഡായി മതി തുടങ്ങിയായിരുന്നു. അതിന്റെ ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് കണ്ടു. സോ ഈ ഒരു ക്യാരറ്റ് 3 ഉണ്ട്, 4 ഉണ്ടെങ്കിൽ നട്ട് കൊടുക്കാം. ഒരെണ്ണം പിന്നെ അവന്മാരെ നട്ട് കൊടുക്കും. സോ വീഡിയോ കഴിഞ്ഞു ചേട്ടാ, എനിക്ക് വീഡിയോ കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞില്ലേ? എങ്ങനെയാണെങ്കിൽ ചെയ്തേക്കാമില്ല. എന്താണ്? സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മള് അങ്ങനെ നമ്മളെ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ നെതറിന്ന് നേരെ എൻഡിൽ നിന്ന് നേരെ ഡ്രാഗന് നേരെ ഡ്രാഗൻ വന്നിട്ട് നമ്മൾ നിർത്താം. ബൈ ബൈ.